എൻ്റെ സ്വഭാവത്തിലൊരു ചെറിയ ഞാൻ ഭയങ്കര ഞങ്ങളുടെ നാടിൻ്റെ സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് സർക്കാസ് ഇച്ചിരി കൂടുതലാണ്, തിരുവല്ലക്കാർക്ക് സർക്കാസ് ഇച്ചിരി കൂടുതലാണ്. സെൻട്രൽ ഡ്രാമ കുറേ അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കുറച്ച് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നില്ല. ഇപ്പം ഞാനിപ്പം നാട്ടിൽ ചെല്ലുമ്പം എല്ലാവരും ചോദിക്കുന്നത് ഇപ്പം പടമൊന്നുമില്ലേ എന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വൈഫിനെയും കൊണ്ടൊരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ ഫാർമസിയിൽ നിന്ന് പുള്ളിക്കാരി ചോദിച്ചു, ആ സാറാണോ, ഇപ്പം പടമൊന്നുമില്ലേ? അല്ല എന്തിനാണ് പിന്നെ ഇവിടെ വന്നേക്കുന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി. പടം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഇപ്പം എൻ്റെ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പം ഞാനല്ലേ ഇത് ഉത്തരവാദിത്തം ഞാൻ ചെയ്യണ്ടേ. അപ്പം ഞാൻ പറഞ്ഞില്ല, പറ്റിയ ജോലി വല്ലതും ഉണ്ടോ ഇവിടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഓ സാറിന് എന്നാ ജോലിയാണ് വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ടി വന്ന ഡോക്ടറിൻ്റെ പണി വരെ ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി മരുന്നൊക്കെ എഴുതിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് 3 നേരം രാവിലെ ഇത് പുള്ളിക്കാരി എന്താണോ അതേ ലെവലിൽ തന്നെ ഞാനും റെസ്പോണ്ട് ചെയ്തു. അതിൻ്റെ അടുത്ത് നമുക്ക് ഇച്ചിരി സർക്കാസം ഇച്ചിരി ചൊറിയും ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പം ഇത് ചിലപ്പം പെർഫോം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നമുക്ക്. ഓപ്പറേഷൻ ജാവ ഇതിലെ ക്യാരക്ടർ ചെയ്തപ്പോൾ അത് ഭയങ്കര സക്സസ് ആവാൻ കാരണം ചിലപ്പം നമ്മുടെ ബ്ലഡിൽ ഈ ഒരു ചൊറി ഉണ്ടായിരിക്കും. അതിൻ്റെ ലാസ്റ്റിലൊരു സീക്വൻസിൽ ബാലുവും ലുക്കും ഓഫീസിൽ നിന്ന് ബൈ പറഞ്ഞ് പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരോടും ബൈ പറഞ്ഞ് പോകുന്നൊരു സാധനം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ തരുണിനോട് പറഞ്ഞിട്ടാ അവരെന്നോട് ബൈ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് ആ ചിരി വലിക്കാം എന്ന് പറഞ്ഞു. അതൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അത് ഭയങ്കര നോട്ടീസ് ചെയ്തെല്ലാവരും. കാരണം ലാസ്റ്റ് ഫ്രെയിമിൽ പോലും ആ ക്യാരക്ടർ വിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ലൈവ് പറയുന്നത് എന്നിട്ട് ആ ചിരി അതുപോലെ തന്നെ വലിച്ചിട്ട് അവരുടെ മുഖത്ത് തന്നെ ആ ചിരി നമ്മൾ വലിച്ചിട്ട് ഇരുന്ന് എഴുതാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ തിരുവല്ലക്കാരി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്നാണ് എന്നിട്ട് ആ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിയും. അപ്പം ഇതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മളിലും കുറച്ചൊക്കെ അതുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാൻ ഭയങ്കര ജെനുവിനായിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ നല്ലവനാണ്. ഞാൻ നല്ല അംശങ്ങളും ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പണിയൊക്കെ ചെയ്തപ്പോൾ നന്നായത്. ഈ ആക്ഷൻ ഹീറോ ബിജുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ ചില റോൾസ് പ്രശാന്ത് ചെയ്യുന്നത് ഭയങ്കര കൗശലക്കാരനായിട്ടുള്ളൊരു ഒരു ട്രേറ്റ് ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്, ആ ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പൊ റിയൽ ലൈഫിലും അങ്ങനെ ഒരു കൗശല ബുദ്ധിയുള്ള ഒരാളാണോ? അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? അങ്ങനെ നോക്കിയാ ബാബു നമ്പൂതിരി നല്ലൊരു പിമ്പായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഞാനതൊരു തമാശയായിട്ട് പറഞ്ഞാണ്. രൂപത്തിന് ഇമ്പോർട്ടൻസ് വന്നോന്ന് ഞാൻ സാറ് ചോദിച്ചപ്പം പറഞ്ഞു. ആ രൂപത്തിൽ എൻ്റെ രൂപത്തിൽ ആ ഒരു ചെറിയ കൗശലക്കാരൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം 2005 ലാൽ ജോസ് അത് കണ്ടിരുന്നു. 2005 ഞാൻ ചെയ്ത റോളും നെഗറ്റീവാണ്. അപ്പോൾ ഇവൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടെന്ന് ലാലുവേട്ടൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഇതിലേക്ക് എത്തിച്ചത്. ഇത് കുറയ്ക്കാനാണ് ഞാൻ ഈ താടിയൊക്കെ വെച്ചേക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ നല്ലവനാണെന്ന് പ്രൂവ് ചെയ്യാനാണ്. കാരണം എൻ്റെ സ്ക്രീൻ ഇമേജിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചത് ഞാൻ നല്ലൊരു ചെറിയച്ഛനാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇപ്പോൾ പണിയിൽ അഭിനയിച്ചത് ഈ നല്ലവനാവാൻ വേണ്ടിയിട്ടാണ് ഞാനത്. അത് എങ്ങനെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് എനിക്ക് കിട്ടുന്ന മുഴുവൻ ഇതുപോലത്തെ വേഷങ്ങൾ. അത് ചിലപ്പോൾ രൂപത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കും. നല്ലവൻ ഉള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ള എന്തെങ്കിലും. അതായത് നാഗേന്ദ്രൻ സണിമൂണിലോട്ട് വന്നപ്പോഴും എന്തോ സീരീസിന്റെ ഒരു വലിയ പാർട്ട് വരെ നല്ലവനാണ്, ഇത്രയും ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ വരെ ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്ക് അതും അവിടെയും. പക്ഷേ ഈ അവസാനത്തെ പരിപാടി പ്ലാൻ ചെയ്തിട്ടല്ല ഇയാൾ ആദ്യത്തെ പരിപാടിക്ക് പോകുന്നത്. അയാളുടെ ജീവിതത്തിൽ ആ പോയിന്റിൽ എന്തോ ഒരു ക്രൈസിസിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് അത് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ അതിനെ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് അത്ര ആത്മാർത്ഥത്തോടുകൂടി നിൽക്കാൻ കഴിഞ്ഞത്. ഞാൻ കഥ കേട്ട് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം അത് തന്നെ. എന്തുകൊണ്ടായിരിക്കും ഇയാൾ നാഗേന്ദ്രനെ ചതിച്ചത്? അപ്പോൾ ഇയാളുടെ ലൈഫിൽ എന്തോ കാര്യമായിട്ട് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജെന്യുവനായിട്ട് അത് ചെയ്യാൻ പറ്റിയത്. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതൊക്കെ. ആ സാഹചര്യത്തിൽ എൻ്റെ കാമുകിക്ക്
ഞാൻ അവളെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അത് ഞാൻ എന്ത് സ്റ്റെപ്പ് എടുത്തു എന്ന് എൻ്റെ കാമുകയെ നോക്കത്തില്ല. എൻ്റെ കാമുകയെ സംബന്ധിച്ച് ഞാൻ വളരെ ജെനുവിനായിട്ടുള്ള കാമുകനാണ്. അവളെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയല്ലോ. പക്ഷേ കൂട്ടുകാരനെ സംബന്ധിച്ച് ഞാൻ ചതിയാണ് ചെയ്തത്. പക്ഷേ അയാൾക്ക് ജീവിതത്തിൽ വലിയ വലിയ പാഠങ്ങൾ ആ ചതിയിൽ നിന്ന് കിട്ടി. സോ ഞാൻ നല്ലവനാണോ ചീത്തയാണെന്നുള്ളത് ഇൻ്റർപ്രിട്ടേഷന് വിടാം. ഇതിനിടയിൽ ഒരു ഹിന്ദി പടം ചെയ്തിരുന്നില്ല, അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് കാസ്റ്റിംഗ് ഏജൻസികളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവർ ഒരു സൗത്ത് ഇന്ത്യൻ ക്യാരക്ടർ വേണം എന്ന് വന്നപ്പോൾ അവർ FTI എന്നൊക്കെ പഠിച്ചിറങ്ങിയ സൗത്ത് ഇന്ത്യൻസിൻ്റെ പ്രൊഫൈലുകൾ തപ്പി പോയപ്പോൾ ഏതോ ഒരാളുടെ പ്രൊഫൈലിൽ ഞാൻ ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ രൂപം കണ്ടപ്പോൾ അവർക്ക് ആപ്റ്റായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ പ്രൊഫൈലിൽ പോയപ്പോൾ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. അവരെനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഓഡിഷൻ കൊടുത്തു. അങ്ങനെ പടങ്ങൾ കണ്ടിട്ട് ഒരിക്കലല്ല, പടങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ, അവിടെ കുറേ കൂടെ സ്ട്രക്ചേർഡ് ആണ് അവിടുത്തെ എൻവയോൺമെൻറ്റ്, ഹാരാസ്മെൻറ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചേർഡൊക്കെയാണ്. അതിനകത്തും സംശയം. കാരണം നമ്മളെക്കാട്ടിൽ എത്രയോ മുമ്പേ അതിലൂടെയൊക്കെ ആ വ്യത്യാസം എന്തായാലും അവിടെ ഉണ്ട്. സിനിമകളുടെ രീതികളൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ എന്താണ്. 6 മണിക്ക് പിക്കപ്പ് ഫ്രം ദ ഹോട്ടൽ, 6:30 അറ്റ് ലൊക്കേഷൻ, വിത്ത് മേക്കപ്പ് 7:30, വിത്ത് കോസ്റ്റ്യൂം 7:45, റെഡി ഓൺ സെറ്റ് ബൈ 8 എന്ന് നമുക്ക് തലേദിവസം തന്നെ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ സാധനം വരും. അങ്ങനെ ഞാൻ 10-ാം തീയതി ഒരു ഓഗസ്റ്റ് 10-നാണ് ഷൂട്ട് തുടങ്ങിയത്. ഞാൻ 10-ാം തീയതി മുതൽ ഞാൻ ഇത് ഫോളോ ചെയ്ത് അവിടെ പോയെങ്കിൽ 21-ാം തീയതിയാണ് എൻ്റെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കറക്റ്റാണ്. നടക്കുന്നത് എപ്പോഴാണെന്നുള്ള എല്ലാ സിനിമയുടെയും കാര്യം പറഞ്ഞ പോലെ തന്നെ സിനിമയിലെ എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റഡ് ടു ചേഞ്ചസ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ഇന്നൊന്നും കിട്ടത്തില്ല. ഇവിടെ നമുക്ക് പേപ്പറിൽ പരിപാടിയൊന്നും കിട്ടില്ല. അളിയാ നാളെ 6:30 എന്ന് പ്രൊഡക്ഷൻ കൺട്രോളിൽ പറയും. നമ്മൾ പോവും. അന്ന് എന്തായാലും ഷൂട്ട് നടക്കും ഇവിടെ. അവിടെ നമ്മളെല്ലാവരെയും അവർ ലോക്ക് ചെയ്തു. ഇത്ര ദിവസത്തിന് ലോക്ക് ചെയ്ത് കൊണ്ടുപോയിക്കാണ്ട് അവർക്ക് തോന്നിയപ്പോഴൊക്കെയാണ് നമ്മൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സിനിമയുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ടൊരു വിദേശത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത് അതില്ല. നേപ്പാളിൽ പോയി. നേപ്പാളിൽ നിന്ന് ബൈ റോഡ് പറ്റ്ന വന്നു. ബോംബെയിൽ ഷൂട്ട് ചെയ്തു. പിന്നെ നാഷണൽ മീഡിയയുടെ മുമ്പിൽ പ്രസ് മീറ്റ് നടക്കുക, അതൊക്കെ എനിക്ക് കേരളത്തിൽ ഒരിടത്ത് പോലും അതുവരെ എൻ്റെ പോസ്റ്ററൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ബോംബെയിൽ അന്ന് പോയപ്പം നാഷണൽ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ സ്പെഷ്യൽ എഡിഷൻസ് ഞങ്ങളുടെ പടത്തിൻ്റെ പോസ്റ്ററും ഞാൻ ആ പോസ്റ്ററിലുണ്ട്. ഇതൊക്കെയുള്ള ആദ്യത്തെ അനുഭവങ്ങൾ അതാണ്. അല്ലാതെ വേറെ തരം പെർഫോമർ എന്ന രീതിയിൽ എക്സ്പോഷർ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തു? അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ പിന്നീട് കുറേ സീരീസുകളിലേക്ക് എൻക്വയറീസൊക്കെ വന്നിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് മലയാളം സിനിമകൾ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇമ്പ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നത് മലയാളത്തിലായിരുന്നു. ഹിന്ദിയിൽ പോയാൽ നമുക്ക് ഇമ്പ്രവൈസേഷൻ നടക്കത്തില്ല. ഡയലോഗ് മനസ്സിൽ പഠിച്ച് പെർഫോം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കിക്ക് കിട്ടുന്നത്. എഴുത്തുകാരനെ എഴുതി വെച്ച വരികളും അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കയ്യിൽ നിന്നിട്ടിട്ടൊന്ന് പൊലിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് അവിടെ കിട്ടുന്നില്ല. കാരണം എനിക്ക് ഹിന്ദി അറിയാമെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ബംഗാളിയോട് ഇവിടെ പണിയെടുക്കുന്ന ബംഗാളിയോട് എനിക്ക് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷേ സിനിമയിൽ സ്ക്രിപ്റ്റായിട്ട് വരുമ്പോൾ ആ കോൺടെസ്റ്റിൽ നിന്നിട്ട് നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ അത് കറക്റ്റാണോ അല്ലയോ എന്ന് ചിലപ്പോൾ അവർക്കും പറയാൻ പറ്റത്തില്ല, നമുക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇമ്പ്രൂവൈസേഷനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ശ്രമിച്ചില്ല. ഇവിടെ ഒന്ന് 2 കാലം നിൽക്കാനാണല്ലോ ഞാൻ ഇത്ര ഓടിയത്. അപ്പോൾ ഇവിടെ 2 കാലം നിൽക്കാം എന്നുള്ളൊരാഗ്രഹമായി. പക്ഷേ ഇപ്പം സീരീസുകളായാലും സിനിമകളായാലും നാഷണൽ ലെവലിലാണ്. ഇപ്പോൾ മലയാളത്തിലുള്ള സിനിമകൾ അതെല്ലാം ഇപ്പം മാർക്കോ ബോംബെയിൽ ഭയങ്കര കളക്ഷൻ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര കളക്ഷനാണെന്ന് പറയുന്നു. അപ്പോൾ ഇനിയും ഈ ഭാഷ പഠിക്കുകയും ഇങ്ങനത്തെ സാഹസങ്ങൾ ചെയ്യാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ ഭാഷകളിലും എല്ലാവരും വരുന്നൊരു കാലമാണ്. ഇപ്പോൾ പ്രശാന്തിൻ്റെ തന്നെ ഒരു സിമിലർ ഒരു ജേർണി, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്ട്രഗിൾസ് കൂടുതലുണ്ടായിരുന്നതാണ് ജോജുവിൻ്റെ ഒരു ജേർണി. അപ്പോൾ ജോജുവിൻ്റെ ഡയറക്ഷനിൽ തന്നെ ഇപ്പോൾ പണി ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതൊരു ഭയങ്കര വല്ലാത്ത എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്. എന്നുവെച്ചാൽ ജോജുവിനെ പണ്ട് തൊട്ടേ എനിക്കറിയാം. പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് തന്നെ ജോജുവിൻ്റെ
സിനിമയെ പറ്റിയുള്ള ഗ്രാഹ്യങ്ങളും സിനിമയോടുള്ള പാഷനും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അവൻ്റെ ഒരു ആത്മാർത്ഥത ഒക്കെ നമുക്കറിയാം. ഇപ്പം ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞാനും സിനിമയ്ക്ക് വേണ്ടി പിടിച്ചു നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്ട്രഗിളും ജോജുവിൻ്റെ സ്ട്രഗിളും കൂടെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. എൻ്റെ ആത്മാർത്ഥതയും ജോജുവിൻ്റെ ആത്മാർത്ഥതയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ആത്മാർത്ഥതയോടെ പിടിച്ചു നിന്നിട്ട് അതുപോലെ സിനിമയ്ക്ക് വേണ്ടി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങിയിട്ടാണ് ജോജു ഇന്നത്തെ ജോജു ആയത്. അപ്പോൾ ജോജു സിനിമ ചെയ്യാൻ വന്നപ്പോഴും ജോജു ചില കാര്യങ്ങൾ ബോധപൂർവം അടച്ചു വെച്ചിട്ടാണ് സിനിമയിലേക്ക് കടന്നത്. ജോജുവിൻ്റെ മനസ്സിൽ ഒരു വിഷ്വലുണ്ട്, അത് തൃശ്ശൂർ റൗണ്ടിൽ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു എന്നുള്ളതാണെങ്കിൽ അതങ്ങനെ തന്നെ പുള്ളി മനസ്സിൽ കണ്ട പോലെ തന്നെ സ്ക്രീനിൽ വേണം. അപ്പോൾ പുള്ളി അടച്ചു വെക്കുന്നത് പൈസ ചിലവാകുന്ന ഒരു ഏരിയയാണ്. അവനും കൂടിയാണ് പ്രൊഡ്യൂസർ. ചിലവാകുന്ന പൈസയെ പറ്റിയുള്ള ഏരിയ പുള്ളി അടച്ചു വെക്കുക. അത് മറ്റുള്ളവരുടെ ടെൻഷൻ. എനിക്ക് ഈ വിഷ്വൽ കിട്ടണം എന്ന് പറയുന്ന പിടിവാശിയുടെ പുറത്താണ് ആ സിനിമ നിങ്ങൾ കാണുന്ന രീതിയിൽ ഒരു നഗരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പോലെ നമുക്ക് തോന്നിയത്. ഇതും ഈ പിടിവാശികളും ഈ നിർബന്ധങ്ങളും പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്നോട് 15 ദിവസത്തെ ഡേറ്റാണ് ചോദിച്ചത്. പക്ഷേ എന്നോട് പറഞ്ഞു 30 ദിവസം ലൊക്കേഷനിലുണ്ടാവണം, 15 ദിവസം അഭിനയിച്ചാൽ മതി, 30 ദിവസം ലൊക്കേഷനിലുണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ 85 ദിവസത്തോളം ലൊക്കേഷനിലുണ്ടായിരുന്നു, രാവും പകലും. കൂടുതലും രാത്രിയാണ് ആ പടം. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ജോജു അടച്ചു വെക്കുന്നത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഏരിയയാണ്. അവൻ സുഹൃത്താണ്, അല്ലെങ്കിൽ അവന് വേറെ പടങ്ങൾ ചെയ്യണം. ഈ ഏരിയ പുള്ളി അടച്ചു വെച്ചിട്ടാണ് പുള്ളിയുടെ സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി പോകുന്നത്. അപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആർക്കൊക്കെ ഉണ്ടായാലും ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ടറിന് പലപ്പോഴും ഇതുപോലെ പല വാതിലുകൾ അടച്ചു വെക്കുകയും ചില വാതിലുകൾ തുറന്നു വെക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ട പണി എന്ന് പറയുന്ന സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേക്കിംഗ് ആണ് ആ സിനിമയുടെ. ഭയങ്കര റിയലായിട്ട്, ഭയങ്കര ഒറിജിനലായിട്ട്. പിന്നെ ജോജുവിനെ എനിക്ക് ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ ഒത്തിരി കഥകളും പല കോൺസെപ്റ്റുകളും പണ്ട് കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു 80% അവൻ അതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നല്ല റിസൾട്ടായി വന്നത് ജോജുവിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ആ റിസൾട്ട് ബാക്ക് ഫയർ ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ കരിയർ തന്നെ ഭയങ്കര അപകടത്തിലായിരുന്നു, അവൻ്റെ ജീവിതം തന്നെ ഭയങ്കര അപകടത്തിലായിരുന്നു. സോ ഇപ്പോഴും നേച്ചർ കോൺസ്പയർസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം പാഷനേറ്റ് ആയിട്ടാണ് പുള്ളി ആ സിനിമ ചെയ്തത്.